Hello, good morning all. ഗുഡ് മോർണിംഗ്. ഗുഡ് ഇന്ന് മോർണിംഗ്. നമുക്കിവിടെ Good ക്ലാസ് morning. മോർണിംഗ്. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് സൈക്കോളജിക്കൽ കൗൺസിലറും സെന്ററുമായിട്ടുള്ള ഖദീജ മാം ആണ്. ഖദീജ മാമിനെ ഞാൻ സന്തോഷത്തോടു കൂടി ഇൻവൈറ്റ് ചെയ്യാണ്. ഖദീജ മാം സ്റ്റാർട്ട് ചെയ്യാം. Good morning, all. ഗുഡ് മോർണിംഗ്. Good morning. സുഖാണോ? യെസ്, സുഖം തന്നെ. താങ്ക് യു. അവിടെയും അങ്ങനെ തന്നെയല്ലേ? സുഖാണ്. സ്റ്റാർട്ട് ചെയ്യല്ലേ സജനമ്മ? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ഡേ ആശംസിക്കുന്നു. ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് എന്നെ ഏതായാലും ഒന്ന് സജനമ്മ പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ അല്ലേ? എൻ്റെ പേര് ഖദീജ എന്നാണ്, കണ്ണൂരാണ് കേട്ടോ വീട്. അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആൻഡ് ദി ഹ്യൂമൻ മൈൻഡ് എന്നുള്ളതാണ് കേട്ടോ. കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, സോഷ്യൽ മീഡിയ അതായത് നമ്മൾ ഓരോ വ്യക്തികളുടെ ലൈഫിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടായിട്ട് മാറിയിട്ടുണ്ടല്ലേ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഇൻസ്റ്റഗ്രാം ആയാലും വാട്സപ്പ്, ഫേസ്ബുക്ക്, അതേപോലെ യൂട്യൂബ്, ഇങ്ങനെ സോഷ്യൽ മീഡിയ നമ്മൾ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അത് ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും അത്രത്തോളം മെയിനായ ഒരു കാര്യം കൂടി ആയിട്ടുണ്ടല്ലേ. അപ്പൊ ഇതിന്റെ നല്ല വശങ്ങളും ദോഷവശങ്ങളും ഒക്കെ ഉണ്ടല്ലേ. ഏതൊരു കാര്യം എടുത്തു കഴിഞ്ഞാലും നമുക്ക് അതിന്റെ നല്ലതും ചീത്തയായ വശങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതിന്റെ നല്ല വശങ്ങളൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. എന്തൊക്കെയാണ് നല്ല വശങ്ങളൊക്കെ? പെട്ടെന്ന് തന്നെ നമുക്ക് ഇൻഫർമേഷൻ ഒക്കെ കിട്ടും. ഒരു ക്ലിക്കിനകത്ത് തന്നെ നമുക്ക് വേണ്ട വിവരങ്ങളൊക്കെ കിട്ടും. പെട്ടെന്ന് കണക്റ്റ് ആവാൻ പറ്റും. ലോകത്തിൽ എവിടെ ഇരുന്നാലും പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. താങ്ക് യു സുസ മാം. മാം പറഞ്ഞതുപോലെ തന്നെയാണ് അല്ലെ, നമ്മളെ കമ്മ്യൂണിക്കേഷൻ ഫാസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലേ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. പഴയ കാലത്തെ അപേക്ഷിച്ചിട്ട് പഴയ കാലത്തൊക്കെ നമുക്ക് അറിയുന്നതാണ്, ഇത്രത്തോളം ഫാസ്റ്റ് അല്ലായിരുന്നു. അപ്പൊ ഇപ്പൊ അതിനേക്കാളൊക്കെ നമ്മളൊരു ഡിജിറ്റൽ യുഗത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ കമ്മ്യൂണിക്കേഷന് അത്രയും ഫാസ്റ്റ് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഉപാധി അല്ലെ. അതുപോലെ തന്നെ ബന്ധങ്ങൾ നല്ല രീതിയിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മളെ ബന്ധങ്ങളൊക്കെ നിലനിർത്താനുള്ള നമുക്കറിയാൻ വേണ്ടി പറ്റുന്നതാണ്. അത് കോളായാലും മെസ്സേജ് ആയാലും അതൊരു നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇതിന് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലേ. അതുപോലെ അടുത്ത കാര്യം എന്താണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ നമ്മളെ കരിയർ, പഠനം, ഇതൊക്കെ ഓൺലൈൻ ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് തന്നെ എങ്ങനെയായിരുന്നു നമുക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. കോവിഡിന്റെ ടൈമൊക്കെ ഒരു തരംഗമായിട്ട് വന്നതാണ് ഈ ഓൺലൈൻ ക്ലാസ് എന്നൊക്കെ പറഞ്ഞതല്ല. അതിനു മുമ്പ് അങ്ങനെ ഒരു നമ്മൾ ശ്രദ്ധയിൽ പെട്ടിട്ടില്ലായിരുന്നു ഓൺലൈൻ ക്ലാസ് എന്നുള്ളത്. ഇപ്പം അത്രയും ഓൺലൈൻ ഓഫ്ലൈൻ എങ്ങനെ ഇമ്പോർട്ടൻ്റ് ആണ് അത്രത്തോളം ഓൺലൈനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലേ. നമുക്കൊരു കാര്യം പഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ വർക്ക് ചെയ്യാനാണെങ്കിലും ഓൺലൈൻ ബിസിനസ് ആണെങ്കിലും ഒരുപാട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു പിന്നെ സോഷ്യൽ മീഡിയന്റെ യൂസ് എന്ന് പറയുന്നത്. അതിലൂടെ ഒരുപാട് വർക്കുകൾ നടക്കുന്നുണ്ട്. അതുപോലെ ഓൺലൈൻ കോഴ്സുകൾ നമ്മളെ കരിയർ, നമ്മളെ പഠനത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത പോയിന്റ് എന്താണ്, ഏകാന്തത കുറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നില്ലേ. നമ്മൾ ഒറ്റക്കല്ലാന്ന് ചിലപ്പോഴെങ്കിലും തോന്നുന്നത് എപ്പോഴാണ്, നമ്മൾ ഫോണൊക്കെ എടുത്തിരിക്കുമ്പോഴാണ്. അതുവരെ നമുക്ക് ഒറ്റക്കാണെന്നുള്ള ഫീലിംഗ് ഉണ്ടെങ്കിലും കൂടി ഫോൺ എടുത്തിരിക്കുമ്പോൾ നമ്മൾ ഒറ്റക്കല്ല എന്നുള്ളൊരു തോന്നൽ വരാറുണ്ടല്ലേ. അതുപോലെ തന്നെ നമ്മൾ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, നമ്മളെ മനസ്സിനെ റിലാക്സ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ കാണാനും അല്ലെങ്കിൽ പഠിക്കാനും സെർച്ച് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഇതൊക്കെ ഇതിന്റെ നല്ല വശങ്ങളാണ് അല്ലെ. അപ്പൊ ഇതിന്റെ ബാഡ് ആയിട്ടുള്ളത് ഉണ്ടാവുമല്ലോ. നമ്മൾ എന്ത് കാര്യം എടുക്കുമ്പോഴും അതിന് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവുകൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇതിന്റെ നെഗറ്റീവുകൾ എന്തൊക്കെയാണ്?
അത് ദുരുപയോഗം ചെയ്യുന്നത് തന്നെയാണ്. നല്ല രീതിയിലല്ലാതെ ഉപയോഗിക്കുന്ന മറ്റുള്ളവരെ മോശമായ കമന്റുകൾ പറയുകയും അവരെ അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്നതും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കായിട്ട് അത് ഉപയോഗിക്കുന്നത്, തെറ്റായ രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട്. താങ്ക് യു മാം. അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ടല്ലേ. തെറ്റായ ഉപയോഗം, അതായത് ദുരുപയോഗം എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികളുടെ ലൈഫിനെ ഒരുപാട് ബാധിക്കുന്നുണ്ട്, നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പോയിന്റാണ് അഡിക്ഷൻ എന്നുള്ളത്. മൊബൈലിന് അഡിക്ഷനായ അല്ലെങ്കിൽ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരെ പറ്റിയിട്ട് നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ. പല കുട്ടികളും നമ്മളെ മുന്നിൽ പേരൻസ് എത്തുന്നത് എന്താണ്, മൊബൈൽ അഡിക്ഷൻ ഒന്ന് മാറ്റി തരുമോ എന്ന് ചോദിച്ചിട്ട് പലരും എത്താറില്ലേ നമ്മളെ മുന്നിൽ. അത്രത്തോളം അവരെ ലൈഫിൽ, അതായത് ദൈനംദിന ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ ബ്ലോക്കായിട്ട് അതിലേക്ക് മാത്രം നമ്മളൊരു ശ്രദ്ധ കൊടുക്കുകയാണ് അല്ലേ. മുതിർന്ന വ്യക്തികളായാലും ചെറിയ കുട്ടികളായാൽ പോലും ഇതിന്ന് ആരും അത്ര കണ്ടൊരു ഇതല്ല. ഒരുപാട് കുട്ടികളുണ്ടല്ലേ പഠനത്തിനെ പോലും ബാധിച്ചിട്ട്, മൊബൈൽ അഡിക്ഷനുള്ള ഒരു കാരണം കൊണ്ട് തന്നെ പഠനത്തിനെ ബാധിച്ചിട്ട്, അല്ലെങ്കിൽ അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കാതെ, ആരോട് സംസാരിക്കാതെ, ചില വീടുകളിലൊക്കെ ആരെങ്കിലും ഗസ്റ്റ് വന്നാലോ പോയാലോ ഒന്നും ഈ മക്കളൊന്നും അറിയാറില്ലല്ലേ. മൊബൈൽ ഇങ്ങനെ നോക്കിയിട്ട് എപ്പോഴും അതിൻ്റെ തന്നെ തലയും ഇത് വെച്ചിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ എന്താണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, പിന്നെ അവരെന്ത് ഫുഡാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ടേസ്റ്റ് എന്താ, ഇതൊന്നും ശരിക്കും തിരിച്ചറിയാത്ത ഒരു കാര്യം വരെ ഉണ്ടാവാറുണ്ട്. കുട്ടികളായാലും മുതിർന്നവരായാലും എല്ലാം ഒരു യാന്ത്രികമായിട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ അല്ലേ. അപ്പൊ അത് ഇതിന് അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ അതൊന്ന് ഊരിപ്പോരാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ പറയുന്നത് കേൾക്കാറില്ലേ, ഫുഡ് ഇറങ്ങണമെങ്കിൽ അത് പിന്നെ മൊബൈൽ കാണിച്ചു കൊടുക്കണം എന്നൊക്കെ. അപ്പൊ അവര് മൊബൈലിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ടെങ്കിലും മുതിർന്നവരും അതിന് ഒരുപാട് നല്ലത് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ദുരുപയോഗം ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഇതിന്റെ അഡിക്ഷൻ അവിടെ സംഭവിക്കുന്നതല്ലേ. അപ്പൊ അത് ഓരോ വ്യക്തിന്റെ ലൈഫിന് ഒരുപാട് ബാധിക്കാറുണ്ട്. അതുപോലെ തന്നെ അടുത്ത പോയിന്റ് എന്താണ്, കമ്പാരിസൺ നടക്കുന്നുണ്ടല്ലോ അവിടെ. മറ്റുള്ളവരെ നോക്കിയിട്ട് കമ്പാരിസൺ ചെയ്യാറില്ലേ, സോഷ്യൽ മീഡിയയിലുള്ള പല കാര്യങ്ങളും നോക്കിയിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ലൈഫ് നോക്കിയിട്ട് നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തുക, നമ്മൾ കുറച്ച് കാണുക അല്ലെ സെൽഫിനെ. അവരുടെ ഹാപ്പിനെസ് മൊമെന്റ്, അധികം ആൾക്കാരുടെ ഹാപ്പിനെസ് മൊമെന്റ് ആയിരിക്കും ഷെയർ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അവർക്ക് എപ്പോഴും ഹാപ്പിയാണ്, ഒരു പ്രശ്നവും ഇല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളവിടെ നമ്മളെ പ്രശ്നങ്ങളൊക്കെ വലുതായിട്ട് കാണാം. അതുപോലെ തന്നെ അവരുടെ നേട്ടങ്ങള് നമ്മളെ നേട്ടങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാം. നമ്മളെ പിന്നെ മൈൻഡ് സെറ്റ് ആയാലും അല്ലെങ്കിൽ നമ്മളെ ബോഡി ആയാലും ഒക്കെ മറ്റുള്ളവരുമായിട്ട് ഒരു കമ്പയർ ചെയ്യുന്ന ഒരു ക്യാരക്ടർ പലരിടത്തും ഉണ്ടാവാറുണ്ടല്ലേ. അവരെ നല്ല കാണാനൊക്കെ നല്ല ഭംഗിയാണ്, എന്നിട്ട് സ്വന്തം ശരീരത്തിലോട്ട് നോക്കിയിട്ട് എന്നെ ഒന്നിനും കൊള്ളൂല തോന്നുക. അതുപോലെ മറ്റുള്ളവരുടെ ബിഹേവിയർ ഉണ്ടാവും അല്ലെ, പെട്ടെന്ന് ആൾക്കാരുമായിട്ട് അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള, അപ്പൊ എനിക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവരെ പോലെ എനിക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റുന്നില്ല, ഞാൻ അത്ര ആക്റ്റീവ് അല്ല. അങ്ങനെ സ്വന്തമായിട്ട് തെറ്റുകുറ്റങ്ങൾ നമ്മളിൽ തന്നെ നമ്മൾ തെരഞ്ഞുകൊണ്ടിരിക്കുക. അതുപോലെ അവരുടെ ലൈഫ് സ്റ്റൈല്, എനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, എന്നിട്ട് സ്വന്തം ലൈഫിലോട്ട് നോക്കിയിട്ട് അവിടെ ഉള്ള കുറേ മൈനസുകൾ നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യാം മറ്റുള്ളവരുടെ ലൈഫ് വെച്ചിട്ട്. അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന പല അച്ചീവ്സുകൾ സ്വന്തമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുക, അല്ല എനിക്ക് അങ്ങനെ എത്താൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ നേടാൻ പറ്റിയിട്ടില്ല എന്നുള്ള ഒരു അവിടെ ഒരു നമുക്ക് തന്നെ നമ്മളോടൊരു ഇൻസൾട്ട് നമ്മളെ തന്നെ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കമ്പാരിസൺ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ അതേപോലെ മൂന്നാമത്തെ പോയിന്റ് എന്താണ്, കോൺഫിഡൻസ് കുറയുന്നുണ്ട് അല്ലെ. പലരിടത്തും കമ്പയർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ കോൺഫിഡൻസ് അവിടെ അതിന്റെ ലെവല് കുറഞ്ഞു വരുന്നത്. അതെങ്ങനെയാണ്, സ്വന്തമായിട്ടുള്ള കഴിവുകളോ അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള ക്വാളിറ്റീസോ നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ മറ്റുള്ളവരുടെ ക്വാളിറ്റീസ് പിടിക്കുക, എന്നിട്ട് അതുവഴി നമ്മളെ കോൺഫിഡൻസ് കുറയാൻ, എനിക്ക് ഈ കഴിവുകളൊന്നും ഇല്ല, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇതിനൊന്നും പറ്റൂല എന്നുള്ള സ്വയമേ തോന്നുന്ന ഒരു തോന്നല് അല്ലെ. അതുപോലെ വരുന്ന പോയിന്റാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഓർഡറായിട്ട് വരുന്ന കാര്യങ്ങളാണ് അല്ലെ.
ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഡിപ്രഷനിലോട്ടും പോകുന്നുണ്ട്. അതന്നെ ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് കമ്പയർ ചെയ്തിട്ട് അതന്നെ ആലോചിക്കുക, എന്നിട്ട് സ്വന്തമായിട്ട് തിരിച്ചറിയാതെ മറ്റുള്ളവരുമായിട്ട് ഇങ്ങനെ നടക്കുന്നത് വഴി എങ്ങനെ അത് വരുന്നത്, അതിന്റെ ഓർഡറായിട്ട് തന്നെ വരുന്നതാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് അതൊരു ജലസാവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ സങ്കടമാവാൻ സാധ്യതയുണ്ട്. എനിക്ക് പറ്റിയില്ലല്ലോ, ഒന്നും നേടാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടം, അല്ലെങ്കിൽ അവരെ നോക്കി എനിക്ക് അങ്ങനെ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെയുള്ള ഒരു ജലസി അവിടെ നമുക്ക് വരാനുണ്ടല്ലേ. അതിങ്ങനെ ഓവറായിട്ട് വരുന്ന സമയത്താണ് നമ്മളെ മൈൻഡ് നമ്മളെ അങ്ങ് വിട്ടുപോകും. അങ്ങനെ പിന്നെ അത് പ്രതികൂലമായിട്ട് ബാധിക്കാൻ തുടങ്ങും അല്ലേ. അങ്ങനെയാണ് നമുക്ക് അതിൽ ഡിപ്രഷന്റെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ വരുന്നതാണ് ആൻസൈറ്റി എന്ന് പറയുമല്ലേ, ആകാംക്ഷ. അതും വരാറില്ലേ? മറ്റുള്ളവരെ പോലെ എന്താണ് നാളെ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അവരെന്തായിരിക്കും, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അവരെ ചുറ്റിപ്പറ്റിയിട്ട് നിൽക്കുക. ഇനിയിപ്പോ നമ്മളേതായാലും അത് നാളെ അങ്ങനെ ചെയ്യണമല്ലോ, അങ്ങനെയുള്ള ഈ സോഷ്യൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൻസൈറ്റി അതും വളരെ കൂടുതലാണ് അല്ലെ. ഇതിന്റെ ഒരു നെഗറ്റീവ് വശം പറയാന്ന് വെച്ചാൽ അതുപോലെ വരുന്നതാണ് ഉറക്കക്കുറവ്. അതെല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ. നമ്മൾ എത്ര കറക്റ്റ് ഉറങ്ങണം എന്ന് പറഞ്ഞാലും ഈ പറയുന്ന നമ്മൾ പോലും സോഷ്യൽ മീഡിയക്ക് ചില സമയത്ത് അഡിക്റ്റ് ആയി പോവാറുണ്ട്. എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട റീൽസ് കണ്ടിട്ടോ എന്തെങ്കിലും സെർച്ച് ചെയ്യാനൊക്കെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക. പെട്ടെന്ന് കാണുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ റീൽസോ കണ്ടിട്ട് നമ്മൾ അതിലങ്ങനെ ആയി പോവാറുണ്ട്. നമ്മൾ കുറേ ടൈം അവിടെ പോകുന്നുണ്ടല്ലേ. ടൈം ഒരുപാട് വേസ്റ്റ് ആയിട്ട് പോവുകയാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയന്റെ ഉപയോഗം വഴി. ആവശ്യമില്ലാത്തതും കൂടിയിട്ട് നമ്മൾ അവിടെ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും എടുക്കുന്നുണ്ടാവുക. പക്ഷെ നമ്മൾ നോക്കുന്നത് എന്തായിരിക്കും? ഒട്ടും അത്യാവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും. അങ്ങനെ നമ്മൾ ആ ഒരു ടൈമിനെയും കുറെ നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഉറക്കക്കുറവിനെ എങ്ങനെ ബാധിക്കുന്നത്? നമ്മൾ ഫോണ് എടുക്കുന്നത് തന്നെ എന്തിനാ? ഉറക്കം വരുന്നില്ല, കുറച്ചു നേരം ഒന്ന് ഫോണ് നോക്കിയിട്ട് കിടക്കാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ അവിടെ എന്തെങ്കിലും നമ്മൾ നല്ല കോമഡിയോ അല്ലെങ്കിൽ റിയാലിറ്റി ഷോകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ടാവും അല്ലെ. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള റീൽസുകൾ ഇതൊക്കെ നോക്കുന്നുണ്ടാവും. അതൊക്കെ കണ്ട് പെട്ടെന്നൊന്ന് ഉറങ്ങാന്ന് വിചാരിച്ചിട്ടായിരിക്കും ഫോൺ എടുക്കുന്നുണ്ടാവും. പക്ഷെ അവിടെ സംഭവിക്കുന്നത് എന്താണ്? നമുക്ക് ആ ഉള്ള ഉറക്കം കൂടിയിട്ട് അവിടെ അങ്ങ് പോവാണല്ലേ. അപ്പൊ അതുവഴി നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. ഉറക്കം കാര്യമായിട്ട് ലഭിച്ചിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് പിറ്റേന്ന് ശരീരം അതിന്റെ കുറെ റിയാക്ഷൻസ് വരും അല്ലെ. മടിയായിട്ടും അല്ലെങ്കിൽ ക്ഷീണായിട്ടും ഒന്നിനും ഒരു ആക്റ്റീവ് അല്ലാത്തൊരവസ്ഥ, ഒന്നും ഒരു ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ബോഡിയിൽ തളർച്ച, ഇങ്ങനൊക്കെ കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാവുന്നത്? ഈ ഉറക്കക്കുറവിന്റെ ഫലമായിട്ട് നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഈ നെഗറ്റീവ് വശങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇത് ഈ യൂത്ത് മൈൻഡ് സെറ്റിനെ എങ്ങനെയൊക്കെ ബാധിക്കുന്ന ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്? എല്ലാവർക്കും ബാധിക്കുന്നുണ്ട്. പക്ഷെ യൂത്തിന്റെ ആ ഒരു നമ്മൾ ആ ഒരു കാറ്റഗറി എടുത്ത് നോക്കുമ്പോൾ എങ്ങനെയാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത്? എങ്ങനെയാണ് സോഷ്യൽ മീഡിയന്റെ ഉപയോഗം? ഒരു കാര്യത്തിന് ഒരു ടൈമിംഗ് ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടാവും. കുട്ടികളായാലും വലിയവരായാലും അവരുടെ ടൈമിംഗ് അവിടെ നഷ്ടപ്പെടുകയാണ്. താങ്ക് യു റീന മാം. അതുള്ളതാണ് അല്ലെ. നമ്മൾ ടൈമിംഗ് അവിടെ ഒരുപാട് നഷ്ടപ്പെടുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് നമ്മളത് പിന്നത്തേക്ക് നീട്ടി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ വരുന്നതാണ് സ്വന്തമായിട്ട് സോഷ്യൽ ബിഹേവിയറിൽ വ്യത്യാസമുണ്ട് മാം. വ്യത്യാസമുണ്ട്. അതെ അതെ അതുണ്ട്. കാരണം നമ്മളെ പെരുമാറ്റങ്ങളെയും അല്ലെങ്കിൽ നമ്മളുടെ ക്യാരക്ടറിനൊക്കെ ഒരുപാട് ബാധിക്കുന്ന കാര്യം തന്നെയാണ് അല്ലെ ഈ സോഷ്യൽ മീഡിയന്റെ ഉപയോഗം എന്ന് പറയുന്നത്. ഓരോ വ്യക്തിയിലും ഒരുപാട് മാറ്റങ്ങൾ, അത് ബിഹേവിയറിലായാലും എല്ലാറ്റിലും നമ്മൾ കാണാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലെ. അപ്പൊ സ്വയം വിലയിരുത്തൽ അവിടെ നടക്കുന്നുണ്ട്. യൂത്ത് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയന്റെ ഉപയോഗത്തിലൂടെ നടക്കുന്നില്ലേ. ഇപ്പൊ തന്നെ നമുക്കറിയാൻ വേണ്ടിയിട്ട് പറ്റും, ലൈക്കിന് വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്ന കുറെ കാര്യങ്ങളല്ലേ. ആ ലൈക്ക്, എനിക്ക് എത്ര ലൈക്ക് കിട്ടി, അവിടെയാണ് എൻ്റെ വാല്യൂ എന്നുള്ള സ്വന്തമായിട്ട് അങ്ങനെ ഒരു തിരിച്ചറിവിലേക്ക് അവരെത്തുക. അവിടെ എന്തെങ്കിലും ഒരു ഡിസ്ലൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ
എന്നെ ഒന്നിനും കൊള്ളൂല, അല്ലെങ്കിൽ എന്താ എനിക്കത് കിട്ടിയെന്നുള്ള ഒരു കാര്യം അവിടെ നമ്മൾ അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലേക്ക് പോവാണ്. എനിക്ക് ഇത്ര ലൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതിലൂടെയാണ് ഞാൻ അംഗീകരിക്കുന്നത്, അല്ലെങ്കിൽ അതാണ് ഞാൻ എന്നുള്ള ഒരു ചിന്താഗതി അവിടെ വരുന്നുണ്ടല്ലേ. അതുപോലെ തന്നെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എത്ര നെഗറ്റീവായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മടിയില്ലാത്തൊരു മാനസികാവസ്ഥ നമ്മളൊക്കെ കാണുന്നതാണ്, ഓരോ ന്യൂസിലും കാണുന്നതാണ്. അല്ല, റീച്ചിന് വേണ്ടിയിട്ട് അത് ചെയ്യുക ഇത് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ ഒന്നിനും മടിയില്ലാത്തൊരു മൈൻഡ് സെറ്റ് പലർക്കും ഉണ്ടാവാറുണ്ട് ഇതിന്റെ ഉപയോഗത്തിലൂടെ. അപ്പൊ അവിടുന്ന് കിട്ടിയ ലൈക്കിന്റെ നമ്മൾ തമാശക്ക് പറയാറുണ്ട്, ആ ലൈക്ക് കിട്ടിയിട്ടാണ് അവര് ഫുഡ് കഴിക്കുന്നതെന്ന് പറഞ്ഞ പോലെ ആ ലൈക്ക് എത്രത്തോളം ഉണ്ട് അതാണ് ഞാൻ സ്വന്തമായിട്ട് നമ്മളൊന്ന് വിശ്വസിച്ചിട്ട് വെക്കുക എന്നുള്ളത്, അതുമായിട്ട് കണക്ട് ചെയ്യാം, സ്വന്തം വാല്യൂ അതുവഴി അളക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ലൈഫൊക്കെ പെർഫെക്റ്റ് ആണെന്ന് വിചാരിച്ചു വെക്കുക അല്ലേ. യൂത്ത് മൈൻഡ് സെറ്റ് അങ്ങനാണ്. അവർ ആ ഒരു ചിരിയും കളിയും ഒക്കെ കാണുമ്പോൾ ഇതാണ് പെർഫെക്റ്റ് ലൈഫ്, ഇവർക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ല, എപ്പോഴും ഹാപ്പിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മൾ കേൾക്കാറില്ലേ, അവരെന്തൊരു ഹാപ്പിയാണ്, അല്ലെങ്കിൽ അതിന്റെ പേരിൽ പാർട്ട്നേഴ്സ് തമ്മിൽ ഫൈറ്റ് ചെയ്യാന്നുള്ളത്, അവരെ ലൈഫ് നോക്ക് കണ്ടു പഠിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. അപ്പൊ അത് ശരിക്കും റിയൽ ആണോ? അത് റീലും റിയലും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ അവിടെ വരാറുണ്ടല്ലേ. അവരുടെ നല്ല പെർഫെക്റ്റ് ലൈഫ് നമ്മളൊക്കെ കാണുമ്പോഴും അങ്ങനെ തന്നെയാണ് വിചാരിക്കുക. പലരുടെ ലൈഫ് കാണുമ്പം അവര് ഒന്നും കുഴപ്പമൊന്നുമില്ല, ഒരു പ്രശ്നവും ഇല്ല, എപ്പോഴും ഹാപ്പിയാണ്, എനക്കും ഇത്ര ഹാപ്പി ആവാൻ പറ്റിയിട്ടുണ്ടെങ്കിലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ ഓരോ ന്യൂസ് കേൾക്കുമ്പോഴാണ്, പല ആത്മഹത്യകൾ കേൾക്കുമ്പോൾ നമ്മൾ ഈയിടെയായിട്ട് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ കേട്ടതാണല്ലേ. ആ ഒരു സ്ക്രീനിൽ അല്ലെങ്കിൽ പിന്നെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ ചിരിച്ച് കളിച്ചിട്ടും ഒരുപാട് പേരെ ചിരിപ്പിച്ചിട്ടുള്ള വ്യക്തികൾ പെട്ടെന്ന് ഒരു ദിവസം സൂയിസൈഡ് ചെയ്തു, അല്ലെങ്കിൽ ക്രിമിനൽ മൈൻഡ് സെറ്റിൽ അവരെ പിടിക്കപ്പെട്ട്, അങ്ങനെയുള്ള വാർത്തകളൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ വരാറുണ്ട്. ഇവർക്ക് എന്തായിരുന്നു ഇത്രമാത്രം പ്രശ്നങ്ങൾ എന്ന് ചിന്തിച്ചു പോവാറുണ്ടല്ലേ. അതുവരേക്കും അവരുടെ ലൈഫ് കണ്ടിട്ട് എന്താണ് ഓരോരുത്തർ ധരിച്ചു വെച്ചിരുന്നത്, അവരൊക്കെ എപ്പോഴും ഹാപ്പി ഉള്ളവരാണ്, അവരൊക്കെ ഒരു പ്രശ്നങ്ങളും അലട്ടാത്തവരെന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു പെർഫെക്റ്റ് ലൈഫ് അല്ലാന്ന് ഓരോരോ ന്യൂസ് നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത കാര്യമാണ് സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞ കാര്യം അല്ലേ. അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഒരു വ്യക്തിനെ റിപ്പീറ്റ് ചെയ്തിട്ട് ഹേർട്ട് ചെയ്തിട്ടുള്ള പെരുമാറ്റങ്ങള് അല്ലെങ്കിൽ പ്രവൃത്തികൾ ഉണ്ടാവാന്നുള്ളത് നമുക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണല്ലേ. സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും കാണാനും കേൾക്കാനും പറ്റുന്നതാണ്. ഒരു വ്യക്തിനെ ടാർഗറ്റ് ചെയ്തിട്ട് അവരെ വാക്കുകൾ കൊണ്ട് പ്രവൃത്തികൾ കൊണ്ട് അപമാനിക്കുക, സമൂഹത്തിന്റെ മുന്നിൽ പബ്ലിക്കിന്റെ മുന്നിൽ അവരെ ഇൻസൾട്ട് ചെയ്യാന്നുള്ളതല്ലേ. അവരെ ടോണുകൾ അനുകരിച്ചിട്ട് അല്ലെങ്കിൽ അവരെ സംസാര രീതി എങ്ങനെയാണ്, കമ്മ്യൂണിക്കേഷൻ രീതിനെ അവര് കളിയാക്കിയിട്ട്, അതുപോലെ തന്നെ അവരുടെ ആക്ഷൻസിനെ കളിയാക്കിയിട്ട്, അതേ ബോഡി ഷെയ്മിങ് നടത്തിയിട്ടൊക്കെ അല്ലെ അവരങ്ങനെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ അവരിങ്ങനെയാണ് ഇരിക്കുന്നത്, അതൊക്കെ അനുകരിച്ചിട്ട് അവരെ കളിയാക്കിയിട്ട് അതൊരു തരം ഉപദ്രവാണല്ലേ, ഒരു തരം വൈകല്യാണ്, അവിടെ സ്വഭാവ വൈകല്യാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവര് ഒരു മനുഷ്യനാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ്, നമ്മളെ പോലെ തന്നെ എല്ലാ ചിന്തകളും വികാരങ്ങളും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സ് ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ പറ്റാതെ അവരെ പറ്റിയിട്ട് നിരന്തരമായിട്ട് പബ്ലിക്കിന്റെ മുന്നിൽ അപമാനിക്കുക എന്നുള്ളത്, അങ്ങനെ പല ആൾക്കാരെ നമ്മൾ കാണാറുണ്ടല്ലേ. സോഷ്യൽ മീഡിയ അത് ഓപ്പൺ ആക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കാണുന്നത് എന്താണ്, പല വ്യക്തികളെയും ടാർഗറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുക. അവരെങ്ങനെയാണോ അവരെ ജീവിതത്തിൽ നടക്കുന്നത് അതിനൊക്കെ ഓരോരോ മൈനസ്, അവരുടെ മൈനസിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് അതിനെ നമ്മൾ ഉയർത്തി കൊണ്ടുവന്നിട്ട് അവിടെ ഒരു തരം പബ്ലിക്കിന്റെ മുന്നിൽ ഇതാക്കിയിട്ട് നമ്മളെ അവിടെ കുറെ ലൈക്ക് വാരിക്കൂട്ടുക അല്ലെ, ഇങ്ങനെയുള്ള ഒരു സ്വഭാവ വൈകൃതം ഉള്ള പല ആൾക്കാരുണ്ടല്ലേ. അപ്പൊ ഇതൊക്കെ ഈ സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞ സംഭവമൊക്കെ ഇപ്പൊ സർവ്വസാധാരണമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്നതാണ്.
എന്തൊരു കാര്യം ഉണ്ടെങ്കിലും അവിടെ വന്നിട്ട് വിളിച്ചു പറയാ, അല്ലെങ്കിൽ അവിടെ വന്നിട്ട് ആ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പൊ ഈ സോഷ്യൽ മീഡിയ നമ്മളെ മനസ്സിനെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്? അതായത് നമ്മളെ മൈൻഡിനെ, നമ്മൾ പറയാറുണ്ടല്ലേ, നമ്മളെ മൈൻഡ് നമ്മളെ കൺട്രോളിലായിരിക്കണം, ബാക്കിയൊക്കെ അതിന്റെ താഴെ ആയിരിക്കണം. പക്ഷെ ഈ സോഷ്യൽ മീഡിയ നമ്മളെ തന്നെ, അതായത് നമ്മളെ മൈൻഡിനെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്? ഹോബീസ് ഒക്കെ ഉണ്ടാക്കാം മാം. ഹോബീസിലേക്ക് പോവാ, നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ വായിക്കുക, അങ്ങനെയൊക്കെ നമ്മുടെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യുക. അതെ, ഞാൻ പറഞ്ഞതുപോലെ അതൊരു പോയിന്റ് തന്നെയാണ്. അതുപോലെ തന്നെ ഇനി വരുന്ന പോയിന്റ് എന്താണെന്ന് നോക്കിയാലോ. നമുക്ക് അവിടെ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ നല്ല ഹോർമോൺ വരുന്നുണ്ടല്ലേ, ഹാപ്പി ഹോർമോൺ എന്നറിയപ്പെടുന്ന ഡോപ്പമിൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ നല്ല ആക്റ്റീവ് ആയിരിക്കും. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ടവരോട് സംസാരിക്കുമ്പോൾ, നമ്മൾ ഇഷ്ടപ്പെട്ടവരോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സമയത്തിൽ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അവിടെ ഹാപ്പിനെസ് ആണ് കിട്ടുന്നത്. അപ്പൊ അതിന് പിന്നെയും പിന്നെ കൊതിച്ചോണ്ടിരിക്കുക, അങ്ങനെയുള്ള ഒരു അഡിക്ഷൻ അവിടെ വരുന്നുണ്ടല്ലേ. അപ്പൊ ആ ഒരു ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പറയാറുണ്ട്, ഇന്നൊരു വർക്കും ചെയ്യാൻ മൂടില്ല, ഇത്തിരി നേരം ഫോണൊന്ന് എടുത്ത് നോക്കട്ടെ, അല്ലെങ്കിൽ വർക്കിന്റെ തിരക്കിലാണെങ്കിൽ പോലും ഇടക്കിടക്ക് ഫോണ് വന്ന് നോക്കുന്നവരെ കണ്ടിട്ടില്ല. സീരിയസ് ആയിട്ടുള്ള കാര്യം ചെയ്യുന്നതിന്റെ ഇടയിലും കൂടി ഫോൺ ഇങ്ങനെ വന്ന് നോക്കുക, എന്നിട്ട് എന്തൊക്കെ എല്ലാ കാര്യങ്ങളും അവിടെ നോക്കിയിട്ട് നമ്മൾ അവിടെ എന്താണ്, അവിടെയാണ് നമ്മൾ ഒരു ആക്റ്റീവ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അല്ലെ. അവിടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കാണുമ്പോൾ അല്ലെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഹോർമോൺ, അതായത് ഹാപ്പി ഹോർമോൺ നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട്. അപ്പൊ അതിന് പിന്നെയും പിന്നെയും കൊതിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കാണാൻ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ നടക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അവിടെ വരുന്നതാണ് ഹാപ്പിനെസ്. അപ്പൊ ഇതിലേക്ക് നമ്മൾ അഡിക്റ്റ് ആയി പോവാ, എന്നാലേ നമുക്ക് ആക്റ്റീവ് ആവാൻ പറ്റൂ എന്നുള്ള ഒരവസ്ഥ വരെ അല്ലെ. അപ്പൊ ഇങ്ങനെ നമ്മളെ കൺട്രോൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് കൂടുതൽ സമയം നമ്മൾ എന്ത് ചെയ്യും, അവിടെ സ്ക്രീനിൽ നോക്കിയിട്ടിരിക്കും അല്ലെ. അപ്പൊ സ്ക്രീൻ ടൈം കൂടിക്കൂടിയിട്ട് വരും. അതെങ്ങനെയാണ് നമ്മൾ ബന്ധങ്ങളെ ബാധിക്കുന്നത്? ബന്ധങ്ങൾ ഒരുപാട് ബാധിക്കുന്നില്ലേ? ഫോണിലൂടെ ചിലപ്പോഴ് 1-2 മണിക്കൂറൊക്കെ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നതിന്റെ ഇടയിൽ തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിന്റെ മുഖത്തൊക്കെ നോക്കാൻ കുറെ മണിക്കൂർ മറന്നുപോയിട്ടുണ്ടാവും അല്ലെ. ചിലപ്പോൾ കുട്ടികളെ നമുക്ക് ആ ഒരു സമയത്ത് ശ്രദ്ധിക്കാനോ അവർ പറയുന്നത് കേൾക്കാനോ ഒന്നിനും ടൈം ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ കുറഞ്ഞു പോവുക. മുതിർന്നവരായാൽ പോലും അവരുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ കുറഞ്ഞു പോവുക അല്ലെ. ശരിക്കുള്ള ആ ഒരു ബന്ധങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നല്ല, നമ്മളെ കൂടെ ഉള്ള ബന്ധങ്ങൾ പല സമയങ്ങളിൽ നമുക്ക് ഒരുപാട് ഡിസ്റ്റൻസ് അവിടെ വരുന്നുണ്ട്. കൂടുതൽ സമയം ഈ സ്ക്രീൻ ടൈം ഉപയോഗിക്കുമ്പോൾ അങ്ങനെ ഒരു നെഗറ്റീവ് വശം കൂടി ഇല്ലേ. ചിലപ്പോൾ ഫ്രണ്ട്സിന്റെ അടുത്തോ അല്ലെങ്കിൽ റിലേഷന്റെ അടുത്തോ നമ്മൾ ഒരുപാട് നേരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, 1-2 മണിക്കൂറൊക്കെ കണ്ടിന്യൂ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ തൊട്ടടുത്തിരിക്കുന്നവരെ നമ്മൾ പലപ്പോഴും നമ്മൾ കെയർ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു ദിവസത്തിൽ അവരോട് ഇടപഴകിയതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ നമ്മൾ മൊബൈലിൽ കൂടുതൽ സമയം മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ. ഇത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ലേ, ഓരോ ബന്ധത്തിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, പരാതികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. എന്നെ മൈൻഡ് ആക്കുന്നില്ല, ഏത് നേരം ഫോണിലാണ്, ഇങ്ങനൊക്കെ കേൾക്കാറുണ്ട്. നമ്മളെ പലരും കേൾക്കുന്ന ഒരു ഇതാണല്ലേ, സംഭവമാണ്. മൊബൈലിൽ നോക്കിയിട്ട് എൻ്റെ കാര്യം നോക്കാൻ മറന്നുപോയിന്നോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പരാതികൾ കുട്ടികളൊക്കെ പറയാറുണ്ട് നമ്മളോട്, ഏത് നേരവും മൊബൈലിലാണെന്ന്. നമ്മൾ കുട്ടികളുടെ അടുത്ത് പറയുന്ന സമയത്ത് അവരും തിരിച്ചു പറയാറില്ലേ, നിങ്ങളും ഏത് നേരവും മൊബൈലിൽ തന്നെ ആണല്ലോ എന്ന് പറയാറില്ലേ. അപ്പൊ സ്ക്രീൻ ടൈം അവിടെ കൂടുന്നത് കൊണ്ടുള്ള പ്രശ്നമാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇതിന് എങ്ങനെയൊക്കെയാണ് സൊല്യൂഷൻ കൊടുക്കുക, ഈ ഒരു നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ?
അതിന്റെ വേറെ യൂസ് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവാൻ ശ്രമിക്കണം. അപ്പൊ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് അങ്ങനെ എൻഗേജ് ആവുമ്പം ന്യൂറോൺസ് ആ ഒരു രീതിയിൽ സ്ട്രോങ് ആയിട്ട് വരികയും അപ്പൊ ഇതിന്റെ ഇത് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. താങ്ക് യു റീന മാം. അപ്പൊ മാം പറഞ്ഞ പോലെ തന്നെ ആ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ അവിടെ സ്ക്രീൻ ടൈം കുറക്കുക എന്നുള്ളത് തന്നെയാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അല്ലേ. നമ്മളെ ലൈഫിനെ ബാധിക്കുന്നതാണ് തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. ഒരുപാട് നേരം അതിന് വിട്ടു നിൽക്കുക അല്ലെങ്കിൽ അതിൽ അഡിക്റ്റ് ആയി പോവാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മൾ അവിടെ ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. സ്ക്രീൻ ടൈം കുറക്കുക എന്നുള്ളത് തന്നെയാണ്. അതുപോലെ അത് കുറെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ചലഞ്ചായിട്ടൊക്കെ ഏറ്റെടുക്കാം. കുറെ സമയത്തേക്ക് ഞാൻ മൊബൈൽ യൂസ് ചെയ്യൂല അല്ലെങ്കിൽ കുറെ നേരത്തേക്ക് ഞാൻ അവോയ്ഡ് ചെയ്യാണെന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ ഒരു കൺട്രോൾ അവിടെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഫസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അല്ലേ. പിന്നെ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള, അതായത് നമ്മളെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളെ റിലേഷൻഷിപ്പിന് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളെ വീട്ടിലുള്ളവരോ അല്ലെങ്കിൽ നമ്മളെ വേണ്ടപ്പെട്ടവർക്കോ നമ്മൾ സമയം കൊടുക്കുക. ഇതിൽ ഒരുപാട് സമയം നമ്മൾ നഷ്ടപ്പെടുത്തുന്നുണ്ടല്ലേ ഈ സോഷ്യൽ മീഡിയയിൽ. അപ്പൊ അതൊക്കെ നമ്മൾ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ സെൽഫിന് വേണ്ടിയിട്ട്, സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ട് അവിടെ ടൈം കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. അതുപോലെ തന്നെ കമ്പാരിസൺ ഒഴിവാക്കുക. റീലും റിയലും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മെന്റൽ ഹെൽത്ത്. അത് ഇമ്പോർട്ടൻ്റ് അല്ലേ. നമ്മൾ നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് എക്സസൈസ് ഒക്കെ ചെയ്ത് കുറെ യോഗയൊക്കെ ചെയ്ത് ഫിറ്റ് ആക്കിയിട്ട് ബോഡി വെക്കുകയാണ്. പക്ഷെ നമ്മളെ മൈൻഡ് ഓക്കെ അല്ലെങ്കിലോ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ. മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. നമ്മളെ ബോഡി എത്രത്തോളം നമ്മൾ അതിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ടോ അത്രത്തോളം മെന്റൽ ഹെൽത്തിന് നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടതുണ്ടല്ലേ. അവിടെ ഏറ്റക്കുറച്ചിലുകൾ വരുമ്പോഴാണ് നമുക്ക് ഇമോഷണലി പല വേരിയേഷൻസും അവിടെ വരുന്നത്. മെന്റൽ ഹെൽത്ത് പ്രോബ്ലം വരുമ്പോഴാണ് ഇമോഷൻസിന് നമ്മളെ ഒരുപാട് ബാധിക്കുന്നത്. ദേഷ്യായിക്കോട്ടെ അല്ലെങ്കിൽ സങ്കടമോ വെറുപ്പോ വൈരാഗ്യം ഇതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇമോഷണലി നമ്മൾ ഓക്കെ അല്ലാതിരിക്കുന്നത് നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റ് തകരാറിലാവുമ്പോഴാണല്ലേ. അപ്പൊ മെന്റൽ ഹെൽത്തിന് നമ്മൾ അത്രയും ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. അപ്പോഴും നമുക്ക് കുറേ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ. ബോഡി മാത്രം ഫിറ്റ് ആയാൽ പോരാ, നമ്മളെ മെന്റൽ ഹെൽത്തും കൂടിയിട്ട് നല്ല രീതിയിൽ പോകുമ്പോഴാണ് നമുക്കായാലും മറ്റുള്ളവർക്കായാലും അതിനെ കൊണ്ടൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ അടുത്ത കാര്യമാണ് ഡിജിറ്റൽ ഡിറ്റോക്സ് എന്ന് പറയും. എന്താണത്? കോൺഷ്യസ്ലി അത് ഉപയോഗിക്കാതെ മാറ്റി നമ്മൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുക. അതെ, താങ്ക് യു സൂസൻ മാം. അതായത് നമ്മൾ അമിതമായിട്ട് പിന്നെ ഇതൊക്കെ ഉപയോഗിക്കുന്നത് ഡിജിറ്റലിന്റെ ഓവറായിട്ടുള്ള യൂസ് നമ്മൾ മാറ്റി വെച്ചിട്ട് മറ്റുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ കൂടുതലായിട്ടുള്ള ഉപയോഗം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് അല്ലേ. ഹെൽത്തിന്, ബോഡി ഹെൽത്തിനായാലും അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തിനായാലും ഒരുപാട് ദോഷം ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന്ന് കുറച്ച് മാറി നിൽക്കുക അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാന്ന് പറയും. ഇതിനെയാണ് നമ്മൾ ഡിജിറ്റൽ ഡിറ്റോക്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ അതുവഴി നമുക്ക് ഉണ്ടാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മളെ സ്ട്രെസ് മാറാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉറക്കക്കുറവ് മാറാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ചിലരെ പറയുന്നത് കേൾക്കാറില്ലേ, പിന്നെ കുറച്ചും കൂടി നെറ്റ് ബാലൻസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ടേ ഞാൻ ഉറങ്ങുന്നുള്ളൂ, കമ്പനി എങ്ങാനും നന്നായി പോയാലോ അല്ലേ. അപ്പൊ നമ്മൾ ആ ഒരു നമ്മളെ ഹെൽത്തിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കാതെ അല്ലെങ്കിൽ ബാക്കിയുള്ള ഒന്നിനും ഇമ്പോർട്ടൻ്റ് കൊടുക്കാതെ അതെങ്ങനെങ്കിലും തീർത്തിട്ട് കിടന്നുറങ്ങിയാൽ മതി. അതിപ്പോ അങ്ങനെ അവർക്ക് വെറുതെ വിട്ടുകൊടുക്കണ്ടെന്നൊക്കെ പലരും പറയുന്ന ആൾക്കാരുണ്ടല്ലോ. കുറച്ചും കൂടി ഉണ്ട് ബാക്കി, അതും കൂടി ഒന്നങ്ങ് തീർക്കട്ടെ എന്നിട്ട് ഉറങ്ങുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഈ ഒരു കാര്യം നമുക്ക് ഉറക്കക്കുറവിന്റെ കുറെ പ്രശ്നങ്ങൾ അവിടെ മാറിക്കിട്ടും. അതുപോലെ തന്നെ സ്ട്രെസ്, നമുക്ക് ഉണ്ടാവുന്ന പ്രഷർ, ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ശ്രദ്ധക്കുറവ് മാറാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ടല്ലേ.
അതെങ്ങനെ ഈ ശ്രദ്ധക്കുറവൊക്കെ മാറുന്നത്? നമുക്ക് ഫോണിൽ വരുന്ന നോട്ടിഫിക്കേഷൻ നമ്മളെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ചിന്തിപ്പിക്കുന്നുണ്ടല്ലേ? പല സമയങ്ങളിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യത്തിനായിരിക്കും ഫോൺ എടുത്തിട്ടുണ്ടാകുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആർക്കെങ്കിലും കോൾ ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യാനോ ആയിരിക്കും ഫോൺ എടുത്തിട്ടുണ്ടാവുക. അപ്പോഴാണ് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്. വേഗം അതൊന്ന് ഓപ്പൺ ആക്കി നോക്കി അപ്പൊ അതിന്റെ നമ്മൾ ചെയ്യാൻ വന്ന കാര്യങ്ങൾ മറന്നിട്ടുണ്ടാവും അല്ലേ? എന്തിനായിരുന്നു ഫോൺ ഓപ്പൺ ചെയ്തത് എന്നുള്ള ആ ഒരു കാര്യം നമ്മളെ തന്നെ ശ്രദ്ധ വിട്ടുപോയിട്ട് ഇതിലോട്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണ്. ആ നോട്ടിഫിക്കേഷൻ നോക്കി അപ്പോഴാണ് അടുത്ത കുറെ മെസ്സേജ് കാണുന്നത്. അതിലോട്ട് പോയി അതൊക്കെ ഒന്ന് നോക്കി പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് ഒരു വീഡിയോ ശ്രദ്ധയപ്പെടുന്നത്. ആരോ വേണ്ടപ്പെട്ട ഒരാൾ അയച്ചതായിരിക്കും. അത് ഓപ്പൺ ചെയ്യുന്ന പിന്നെ അതിന്റെ തുടർച്ചയായിട്ട് നമ്മൾ ആ ഒരു അറ്റൻഷൻ അങ്ങോട്ടേക്ക് പോവുക. ഇവിടെ എന്തിനാ നമ്മൾ ആ ഓപ്പൺ ചെയ്തതെന്നോ അല്ല എന്തായിരുന്നു നമ്മൾ അത്യാവശ്യതൊക്കെ നമ്മൾ ശ്രദ്ധയിൽ നിന്ന് വിട്ടിട്ടുണ്ടാവും അല്ലെ? ഇപ്പൊ ഈ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പൊ ഈ ശ്രദ്ധക്കുറവ് മാറ്റാൻ വേണ്ടിയിട്ടും നമുക്ക് ഈ ഒരു ഡിജിറ്റൽ ഡിറ്റോക്സ് അതിൽ പെടുന്ന ഒരു കാര്യമാണ് കേട്ടോ. അതുപോലെ തന്നെ അഡിക്ഷൻ മാറാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അഡിക്ഷൻ ഒക്കെ ഒന്ന് ചേഞ്ച് ആക്കുക. നമ്മളെ സെൽഫ് കെയറിന് വേണ്ടിയിട്ട് അല്ല കൂടെയുള്ളവരുടെ കെയറിന് വേണ്ടിയിട്ട് കൂടുതൽ ടൈം കണ്ടെത്താൻ വേണ്ടിയിട്ട് സഹായിക്കുക എന്നുള്ളത്. അതുപോലെ നല്ല കമ്മ്യൂണിക്കേഷൻ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഫോണ് വഴി നമ്മൾ വിചാരിക്കും ഫോണൊക്കെ വന്നത് കൊണ്ടാണ് നമ്മളെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ നല്ല രീതിയിലാണ് നടക്കുന്നത്, ഒരു പ്രശ്നവും ഇല്ലാതാണ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന്. പക്ഷെ പലതും അവിടെ നഷ്ടപ്പെടുന്നുണ്ടല്ലേ? ഫോണ് കയ്യിലുണ്ടായാൽ പോലും കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ ബന്ധങ്ങൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് പോകുന്നതെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പൊ നഷ്ടപ്പെട്ട കുറെ നല്ല കാര്യങ്ങൾ ഉണ്ടാവും നമ്മളെ ലൈഫിൽ നിന്ന്. അതൊക്കെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അത് നമ്മളെ കൺട്രോൾ ചെയ്യാതിരിക്കുക, നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യാന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അല്ലേ? അപ്പൊ അതിന്റെ നല്ല വശങ്ങളും ദോഷവശങ്ങളൊക്കെ തിരിച്ചറിയുക, അതിനനുസരിച്ചിട്ട് നമ്മളെ മൈൻഡ് സെറ്റ് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി ഇതിന്റെ കൂടെ ആഡ് ചെയ്യാനുള്ളവർക്കൊക്കെ ചെയ്യാട്ടോ. നല്ല സെഷൻ ആയിരുന്നു. സോഷ്യൽ മീഡിയയുടെ ഉപയോഗവും ദുരുപയോഗവും ഒക്കെ നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു. അത് എങ്ങനെ നമുക്കൊരു ഇതില്ലാതെ ജീവിക്കാൻ പറ്റില്ല ഡെഫിനറ്റ്ലി. കാരണം നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുവാണെങ്കിൽ വളരെയധികം പ്രയോജനം ഇതിനുണ്ട്. പക്ഷേ ബീങ് വൈസ് അബൌട്ട് ഇറ്റ് ആൻഡ് ടൈം വേസ്റ്റ് ചെയ്യാതെ നമ്മൾക്ക് അതിലെ ഒരു അഡിക്ഷനിലേക്കൊന്നും പോകാതെ അല്ലെങ്കിൽ അതില്ലാതെ പറ്റില്ല എന്നുള്ള സാഹചര്യത്തിലേക്കൊന്നും പോകാതെ ആവശ്യത്തിന് ഉപയോഗിക്കുക. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇപ്പം ഇപ്പം മോർണിംഗ് സർക്കിൾ തന്നെ എല്ലാ ദിവസവും രാവിലെ നമ്മളിത് കാണുന്നു. പക്ഷെ അത് ഇനി അപ്പം അന്നേരം രാവിലെ കാണാൻ പറ്റിയില്ലെങ്കിൽ പകലെപ്പോഴെങ്കിലും റെക്കോർഡ് ഇങ്ങനെ നമ്മൾ കാണുന്നു. പക്ഷെ അത് നമ്മളെ വളർത്തുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതുപോലെ പല ഇൻഫർമേഷനും നമുക്ക് അങ്ങനെ ലഭിക്കുന്നതിനും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിനും ഒക്കെ വളരെ അത്യാവശ്യമാണ്. കംപ്ലീറ്റ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ പെട്ടെന്ന് വിവരങ്ങളൊക്കെ അറിയാനും നമ്മുടെ ഫാമിലിയുമായിട്ട് ദൂരെയുള്ള ഫാമിലിയായിട്ട് കണക്ട് ആവാനും ഒക്കെ വളരെ അത്യാവശ്യം തന്നെയാണ്. പക്ഷെ നമ്മൾ അതിലോട്ടങ്ങ് ഡിപ്പെൻഡന്റ് ആയി പോവുകയും അല്ല ഓരോ പ്രാവശ്യവും ഒരു നോട്ടിഫിക്കേഷൻ എല്ലാ ഫ്യൂ മിനിറ്റ്സിലും എടുത്ത് നോക്കി എന്ത് മെസ്സേജാണ് വന്നത്, അല്ലെങ്കിൽ ആരെങ്കിലും അതിന് നമ്മൾ റിപ്ലൈ ഇട്ടിട്ടുണ്ടോ. പിന്നെ അതുപോലെ ഒത്തിരി ഒത്തിരി ഗ്രൂപ്പ്സ് ഉണ്ടല്ലോ ഇവിടെ. ഇപ്പം എത്രയോ ഗ്രൂപ്പ്സ് ആണ് നമ്മുടെ ഫോണില്. അപ്പൊ ഇങ്ങനെ ഇഷ്ടം പോലെ മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം നമ്മൾ അറിയാതെ തന്നെ നമ്മൾ അതിനകത്തോട്ടങ്ങ് വിട്ടുപോവുക ചെയ്യുന്നത് പലപ്പോഴും അങ്ങനെ ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പം ഡെഫിനറ്റ്ലി നമ്മുടെ കണക്ഷൻസ് നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഗാഡ്ജറ്റ്സുമായിട്ട് കൂടുതൽ കണക്ട് ആകാതെ നമ്മൾ റിലേഷൻസുമായിട്ട് നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് കൂടുതൽ കണക്ഷൻസ് ഉണ്ടെങ്കിലും അതുപോലെ മറ്റുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് പുറത്ത് നടക്കാൻ പോകുന്നതും പുറത്തുള്ള ആക്ടിവിറ്റീസ് മക്കളുടെ കൂടെ ആണെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ കൂടുതൽ ഫിസിക്കലി നമ്മൾ ചെയ്യുകയും ഈവൻ വീടിനകത്തിരുന്ന് ഗെയിംസ് കളിക്കുക, അവരോട് കുറച്ചു നേരം സംസാരിക്കുക, അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ സമയത്ത് ഇത് ടോട്ടലി മാറ്റി വെച്ച് നമ്മൾ സംസാരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും അതൊരു ഓവറോൾ വെൽബീയിങ്ങിന് തീർച്ചയായിട്ടും അത് സഹായിക്കും. നമ്മൾ ഇതിനകത്ത് അങ്ങ് ഡിപ്പെൻഡന്റ് ആയി പോകാതെയും നമ്മുടെ ഹെൽത്തിനെ അത് ബാധിക്കാതിരിക്കുകയും
പീസ് ഓഫ് മൈൻഡും സമാധാനം. ഒരു നെഗറ്റീവ് മെസ്സേജ് വന്നാൽ അന്നത്തേക്ക് തീർന്നു, പിന്നെ നമ്മൾ ആകെപ്പാടെ വിഷമമാണ്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിലേക്കൊന്നും പോകാതെ നല്ല രീതിയിൽ ഇതിന്റെ യൂസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഈസ് ഗുഡ് ഫോർ ഓൾ ഓഫ് us. ഓക്കെ, സോ വെരി ഗുഡ് സെഷൻ. നല്ല രീതിയിൽ തന്നെ ടോപ്പിക് കവർ ചെയ്തു. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഖദീജ മാം, നല്ലൊരു ടോപ്പിക്കാണ്. പ്രസന്റ്ലി വളരെ റെലവെന്റ് ആയ ഒരു ടോപ്പിക്കാണ്. പിന്നെ ഇതില് എനിക്ക് പറയാനുള്ളത് ഈ കുട്ടികളെയാണ് നമ്മൾ ഇതിലിരുന്ന് ഡിസ്ട്രാക്ട് ചെയ്യാനുള്ള മാക്സിമം എഫേർട്സ് പേരൻസിന്റെ ഭാഗത്ത് നിന്ന് വേണം. അതേ രീതിയിൽ പേരന്റൽ കൺട്രോൾ വേണം. പിന്നെ ഓരോരോ ഏജിന് ഓരോരോ കാര്യങ്ങള് നമ്മൾ ചെറുപ്പത്തൊട്ടനെ മനസ്സിലാക്കി കൊടുത്തിട്ട് ആ കുട്ടികള് ഈ പറയുമ്പോൾ ഏത് ഏജിലാണ് ഇൻസ്റ്റാഗ്രാമോ അതെല്ലാം നോക്കേണ്ടത്. അതേ രീതിയിൽ നമ്മളുടെ മൈൻഡ് അതിന്റെ കൺട്രോളല്ല, നമ്മുടെ മൈൻഡ് നമ്മളുടെ കൺട്രോളിലായിരിക്കണം എന്നുള്ളത് നല്ല രീതിയിൽ മാം പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ദെൻ യുവർ പ്രസന്റേഷൻ വാസ് വെരി വെരി ഗുഡ്, ഇൻഫോർമേറ്റീവ് ആയിരുന്നു, ഇന്ററാക്റ്റീവ് ആയിരുന്നു. സോ നമ്മൾ ഈ എല്ലാത്തിന്റെയും ഗുഡ് ആൻഡ് ബാഡ്, പണ്ടൊക്കെ ഞങ്ങൾ പഠിക്കുമ്പോൾ സയൻസിനെ കുറിച്ചിട്ട് നമുക്ക് എപ്പോഴും എസ്സേജ് വരും. അപ്പൊ അതേ രീതിയിൽ സ്കൂൾസിലും ഈ സോഷ്യൽ മീഡിയയുടെ ചെറുപ്പത്തന്നെ ഈ എസ്സേ കോമ്പറ്റീഷൻസ്, ഡിബേറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ട് കുട്ടികളെ അവെയർ ആക്കിയിട്ട് കുട്ടികളെ സെൽഫായിട്ട് ഇതിലിരുന്ന് മാറി നിൽക്കാൻ ഉള്ള ഒരു മൈൻഡ് സെറ്റ് കൊണ്ടുവരിക. ആൻഡ് ദെൻ പേരൻസും ടൈമിങ് വെച്ചിട്ട്, ഞാൻ കുറെ ഫാമിലീസിൽ കാണുന്നുണ്ട്, ഫോണ് അച്ഛൻ്റെ ആയാലും ഞാൻ പല സ്ഥലത്ത് ട്രാവൽ ചെയ്യുമ്പോഴും കാണുന്നുണ്ട്, പല ഫങ്ഷൻസിന് പോകുമ്പോഴും ഈ ഫോണ് കുട്ടികളുടെ കയ്യിലായിരിക്കും. അവരെന്താ ചെയ്യുന്നത് കണ്ടിന്യൂസ്ലി. ഈ അഡിക്ഷന് പേരൻസിന്റെ ഒരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ് ചിൽഡ്രൻക്ക് ഈ മാതിരി ഹാബിറ്റ്സിലേക്ക് പോവാതിരിക്കാൻ. അതുകൊണ്ട് എന്താണ്, കുട്ടികളുടെ മീതെ നമുക്ക് കൺട്രോളും വേണം. ഇപ്പൊ എവിടെയോ സൊസൈറ്റിയിലെ കാണുന്നത് പേരൻസ്ക്ക് കുട്ടികളുടെ മീതെ കൺട്രോൾ ഇല്ലാതെ പോവാണ്. അതുകൊണ്ടാണ് പല സൊസൈറ്റി, എല്ലാപ്പോഴും ഞാൻ പറയണില്ല, പക്ഷെ പലപ്പോഴും കാണുന്നത് പേരന്റൽ കൺട്രോള് പറയണത് നെഗറ്റീവ് അല്ല, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അഡ്വൈസ് കേൾക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് എടുക്കണം എന്നുള്ളത് മസ്റ്റാണ്. സൊസൈറ്റി സേഫ് ആയിരിക്കണം, നല്ല രീതിയിൽ മുന്നോട്ട് പോകണം പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഈ ഡിസഡ്വാൻറ്റേജസ് മനസ്സിലാക്കിയിട്ട് നമ്മളതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു സൊസൈറ്റി ആയിട്ട് മാറണം എന്നുള്ളതാണ്. എനിവേ, താങ്ക് യു വെരി മച്ച് ആൻഡ് ബെസ്റ്റ് വിഷസ് ഫോർ യുവർ ഫ്യൂച്ചർ മാം. താങ്ക് യു സോ മച്ച് ചന്ദ്ര മാം. ആരുടെയും ഓ, അനക്കമൊന്നുമില്ല. നല്ല ക്ലാസ് ആയിരുന്നു മാം. റെലവന്റ് ടോപ്പിക് തന്നെയാണ്. പിന്നെന്താണ്, പ്രസന്റേഷനും അടിപൊളിയായിരുന്നു കേട്ടാ. താങ്ക് യു മാം. സജന മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം, നല്ല ക്ലാസ് ആയിരുന്നു. ഒത്തിരി പോയിന്റ്സ് കേൾക്കാനായി. താങ്ക് യു. താങ്ക് യു. എന്താണ് മാമിന്റെ പേരെന്താ? വിനേക. നല്ലൊരു സെഷൻ ആയിരുന്നു മാം. നല്ല രീതിയിൽ ഈ ഇത് സോഷ്യൽ മീഡിയയുടെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒക്കെ നല്ല വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ തന്നെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഒരു മെസ്സേജ് എന്ന് പറയുന്ന ഈ പേരൻസ് ഇത് കുറച്ചു കൊണ്ട് വന്നാൽ മാത്രമേ നമ്മുടെ കുട്ടികൾ അതിൽ നിന്നും മാറി നിൽക്കുകയുള്ളൂ. പേരന്റിന്റെ കൺട്രോളിൽ നഷ്ടപ്പെടുമ്പോഴാണ് കുട്ടികൾ അതിലോട്ട് അഡിക്ഷൻ ആയിട്ട് പോവുകയും പിന്നെയുള്ള പ്രോബ്ലംസ് ഉണ്ടാവുകയും ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു മാം. കൺഗ്രാജുലേഷൻസ്. സോ മച്ച് റീന മാം.
താങ്ക് യു. ഇനി ആരും പറയുന്നില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാലേ. യെസ്, വൈൻഡപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ. Okay, then have a good day, everybody. Once again, thank you for a very good presentation. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു മാം. താങ്ക് യു മാം. Thank you.